നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പോലീസിന്റെ കായിക ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റിയിരിക്കുകയാണ്. പകരം തലസ്ഥാനത്തേക്ക് ADGP S ശ്രീജിത്തിനെ നിയമിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. പോലീസ് ഇൻസ്പെക്ടർ റാങ്കിൽ ബോഡി ബിൽഡിംഗ് താരങ്ങളെ നിയമിക്കുന്നത് വിവാദമായതിനെ തുടർന്നാണ് ഈ നടപടി. 2 ബോഡി ബിൽഡിംഗ് താരങ്ങളെ പോലീസ് ഇൻസ്പെക്ടർ റാങ്കിൽ നിയമിക്കാൻ തീരുമാനം ഉണ്ടായിരുന്നു. ഇതിൽ ആഭ്യന്തര വകുപ്പ് DGPക്ക് കത്തയക്കുകയും മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി നിയമനം നടത്തണമെന്ന നിർദ്ദേശം നൽകുകയുമൊക്കെ ചെയ്തിരുന്നു. നേരത്തെ സർക്കാർ തീരുമാനിച്ച പല കായിക താരങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ബോഡി ബിൽഡിംഗ് താരങ്ങളെ നിയമിക്കാൻ പോകുന്നത് എന്നതാണ് ഇത് വാർത്തയാകാനും വിവാദമാകാനും ഒക്കെ കാരണമായത്. വിവാദമായതിന് പിന്നാലെ അജിത് കുമാറിനെ കായിക ചുമതലയിൽ നിന്ന് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ദേശീയ കായിക താരങ്ങൾ വരെ സർക്കാർ ജോലിക്ക് മുട്ടിലിഴയുമ്പോഴാണ് കായിക ഇനമായി പോലും കണക്കാക്കാത്ത 2 ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് ഇൻസ്പെക്ടർ റാങ്കിൽ സൂപ്പർ ന്യൂമറി നിയമനം നൽകാൻ പോയിരുന്നത്. ചിത്തരേഷ് നടേശൻ, ഷിനു എന്നിവർക്കായിരുന്നു ആംഡ് പോലീസ് ബറ്റാലിയനിൽ ഇൻസ്പെക്ടറുടെ 2 സൂപ്പർ ന്യൂമറി തസ്തികകൾ സൃഷ്ടിച്ച നിയമനം നൽകാൻ മന്ത്രിസഭ തീരുമാനം എടുത്തിരുന്നത്. ബറ്റാലിയനിൽ അടുത്തുണ്ടാകുന്ന ആംഡ് പോലീസ് ഇൻസ്പെക്ടറുടെ 2 റെഗുലർ ഒഴിവുകളിൽ നിയമനം ക്രമീകരിക്കും എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് അന്ന് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. ഫുട്ബോൾ താരങ്ങളായ അനസ് എടത്തൊടുകയും റിനോ ആന്റോയും ഉൾപ്പെടെ അംഗീകൃത കായിക ഇനത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച ഒട്ടേറെ പേർ ജോലി കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ പിൻവാതിൽ നിയമനം നടത്താൻ പോകുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഏറെ ശ്രദ്ധയാകർഷിച്ചതും വലിയ ചർച്ചയായതും. കണ്ണൂർ സ്വദേശിയായ ഷിനോ ചൊവ്വാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരോടൊപ്പമുള്ള ചിത്രങ്ങളും ഈ വിഷയം വളരെ വലിയ വിവാദത്തിലേക്ക് എത്തിച്ചു. കാരണം ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതായിരുന്നു ഈ ചിത്രങ്ങൾ. ആംഡ് ബറ്റാലിയൻ ഇൻസ്പെക്ടറായി കായിക താരങ്ങളെ നിയമിക്കരുത് എന്ന സർക്കാർ ഉത്തരവ് മറികടന്നുകൊണ്ടുമായിരുന്നു ഇത്തരമൊരു നിയമനം നടത്താൻ ഉദ്ദേശിച്ചത്. സ്പോർട്സ് ക്വാട്ട നിയമനത്തിന് പരിഗണിക്കുന്ന ഇനമല്ല ബോഡി ബിൽഡിംഗ് എന്ന നിയമവും ഇവിടെ ലംഘിക്കപ്പെട്ടിരുന്നു. ഇൻസ്പെക്ടർ റാങ്കിലേക്ക് കായിക താരങ്ങളെ നേരിട്ട് നിയമിക്കരുത് എന്ന സർക്കാർ ഉത്തരവും ലംഘിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഗസറ്റഡ് റാങ്കായ ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള നിയമനം നടത്താൻ ഉദ്ദേശിച്ചത്. ഇവരെ നിയമിക്കാൻ വ്യവസ്ഥയില്ലെന്നാണ് ആഭ്യന്തര വകുപ്പ് ആദ്യം അറിയിച്ചത്. എന്നാൽ മന്ത്രിസഭാ നിർദ്ദേശത്തോടെ പ്രത്യേക കേസായി പരിഗണിച്ച് ചട്ടങ്ങളിൽ ഇളവ് വരുത്തി നിയമനത്തിന് മുന്നോട്ട് പോയിട്ടു നിയമിക്കാമെന്ന് ആഭ്യന്തര സെക്രട്ടറി ഉത്തരവ് തിരുത്തുകയായിരുന്നു. കുടുംബ പശ്ചാത്തലം പരിഗണിച്ച് പ്രത്യേക കേസായി പരിഗണിക്കാമെന്ന വിചിത്ര ഉത്തരവോടെ തീരുമാനങ്ങൾ ഓരോന്നും വളരെ പെട്ടെന്ന് തന്നെ വരികയുണ്ടായി. എന്നാൽ വിഷയം വലിയ വിവാദമായി ആളിക്കത്തിയതോടെ കടുത്ത നടപടിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സംസ്ഥാന പോലീസിന്റെ കായിക ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ തന്നെ മാറ്റിയിരിക്കുകയാണ്. നിലവിൽ പലതരത്തിൽ വിമർശനങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ആളാണ് ADGP MR അജിത് കുമാർ. കവടിയാറിലെ വീട് നിർമ്മാണവും അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവയൊക്കെ ചൊല്ലി കടുത്ത വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ADGP MR അജിത് കുമാർ. ഇതിനൊക്കെ പിന്നാലെയാണ് സംസ്ഥാന പോലീസിന്റെ കായിക ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ പിൻവാതിൽ നിയമനത്തിന്റെ പേരിൽ പുറത്താക്കിയിരിക്കുന്നത്.